ഹായ് ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ 11/11 പോർട്ടലിനെ കുറിച്ചാണ്. ഇന്ന് നവംബർ 11. ഈ ഒരു വീഡിയോ ഇന്ന് നിങ്ങൾ കാണുമ്പോൾ ഇതിൽ പറഞ്ഞ പ്രാക്ടീസ് ചെയ്യുക. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടത്താനുള്ള ശരിയായിട്ടുള്ള സമയം വന്നു കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. അതിൽ എല്ലാ ദിവസവും രാവിലെ മെഡിറ്റേഷനും അതുപോലെ തന്നെ ഓപ്നോ പ്രയറും ഒക്കെ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് വീഡിയോ. അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എൻ്റെ പെയ്ഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽ അയച്ചു തരും. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ ദിവസം, അതായത് നവംബർ 11, വളരെ പവർഫുൾ ആയിട്ടുള്ള എനർജി പോർട്ടൽ ഓപ്പൺ ആവുന്ന ഒരു ദിവസമാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ എനർജിയും യൂണിവേഴ്സൽ എനർജിയും തമ്മിൽ അലൈൻ ചെയ്യിപ്പിക്കുന്ന ഏറ്റവും മികച്ചൊരു ദിവസമാണ് നവംബർ 11 എന്ന് പറയുന്നത്. 11 എന്ന് പറഞ്ഞാൽ ഇതൊരു ഏഞ്ചൽ നമ്പറാണ്. ഈ ഒരു നമ്പർ നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാകും. എന്താണ് ഈ ഏഞ്ചൽ നമ്പർ നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. 11 എന്ന ഏഞ്ചൽ നമ്പർ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള സമയമായി എന്നതാണ് യൂണിവേഴ്സ് തരുന്ന ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു സൈൻ എന്ന് പറയുന്നത്. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏഞ്ചൽ നമ്പറാണ് 11 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു 11 തന്നെയാണ് ഈ നവംബർ മാസം 11 തീയതി 11 മാസമായി നമുക്ക് മുന്നിലെത്തുന്നത്. ഈ 11 എന്ന പോർട്ടലിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഭൂമിയിൽ നടക്കുന്നത് എന്ന് നോക്കാം. സ്പിരിച്വൽ ആയിട്ടുള്ള ധാരാളം എനർജി ഭൂമിയിലേക്ക് വരികയും ഭൂമിയുടെ എനർജി ഫ്രീക്വൻസിയും നമ്മുടെ യൂണിവേഴ്സൽ എനർജി ഫ്രീക്വൻസിയും അലൈൻ ചെയ്യുന്ന ഒരു ദിവസമാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. ഇനി ഈ ദിവസം, അതായത് ഇന്നത്തെ ഈ ഒരു ദിവസം, നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ ഇന്റൻഷൻ ഒക്കെ വളരെ പോസിറ്റീവ് ആക്കി വെക്കണം. ഈ ഒരു ദിവസം വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വാതിൽ തുറക്കപ്പെടും. അതുകൊണ്ട് ഇന്നത്തെ ഈ ദിവസം നിങ്ങൾ ദേഷ്യം, വിദ്വേഷം, സങ്കടം, വിഷമം, നെഗറ്റീവ് ചിന്തകൾ, അങ്ങനെയുള്ള ഇതുപോലെയുള്ള കാര്യങ്ങളിലാണ് നിങ്ങളെങ്കിൽ ആ പോർട്ടൽ നിങ്ങൾക്ക് മുൻപിൽ ഓപ്പൺ ആവില്ല. അത് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ദിവസം വളരെ പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുക. ഇനി ഇന്നത്തെ ദിവസം ചെയ്യേണ്ട റിച്വൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് നിങ്ങൾ രാവിലെ തന്നെ ഈ ഒരു ദിവസത്തിന് പ്രപഞ്ചശക്തിക്ക് നന്ദി പറയുക. അതുപോലെ തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ഓർത്തെടുത്തുകൊണ്ട് ഫീൽ ചെയ്തുകൊണ്ട് നന്ദി പറയുക. ശേഷം രാവിലെ 11 മണി 11 അല്ലെങ്കിൽ രാത്രി 11 മണി 11 ഇതിലേതെങ്കിലും ഒരു സമയത്ത് ഇനി പറയുന്ന പ്രാക്ടീസ് നിങ്ങൾ ചെയ്താൽ മതി. ഈ സമയത്താണ് എനർജി ഫ്രീക്വൻസി കൂടി നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രാക്ടീസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ലിമിറ്റിംഗ് ബിലീഫിനെയൊക്കെ നിങ്ങളിൽ നിന്ന് കളയുക. എനിക്ക് ഇത്ര കടമുണ്ട്, എൻ്റെ ജോലിയിൽ ഞാൻ ആഗ്രഹിച്ച ഒരു സാലറി എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല, ഇതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ എനിക്ക് കഴിയുന്നില്ല, ഈ ജോലിയിൽ നിന്നും ഞാൻ മാറിയാൽ എങ്ങനെ ഞാൻ ലോൺ അടയ്ക്കും, പിന്നെ അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലുള്ള പ്രശ്നം, ഇത് ശരിയാകുമോ, ഇത് മുന്നോട്ട് പോകുമോ എന്നുള്ളൊക്കെ വിഷമങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇങ്ങനെ നിരവധി ലിമിറ്റിംഗ് ബിലീഫ്, അതുപോലെ തന്നെ കടങ്ങൾ, ഇത് എങ്ങനെ മാറും, ഇതെനിക്ക് അടയ്ക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ഇങ്ങനെയുള്ള ലിമിറ്റിംഗ് ബിലീഫുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. അപ്പോൾ നമ്മളെ ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കാത്ത ഈ ലിമിറ്റിംഗ് ബിലീഫുകളെ ആദ്യം ഒരു പേപ്പർ എടുത്തിട്ട്, ഒരു A4 ഷീറ്റ് പേപ്പർ എടുക്കുക, അതിൽ എഴുതുക. എന്നിട്ട് അത് നിങ്ങൾ കത്തിച്ച് കളയുക. കത്തിക്കുമ്പോൾ പറയേണ്ട ഒരു അഫർമേഷൻ ഇങ്ങനെയാണ്: എൻ്റെ ഉള്ളിലുള്ള എല്ലാ നെഗറ്റീവ് തോട്ടുകളെയും എല്ലാ നെഗറ്റീവ് ബിലീഫുകളെയും ഞാൻ വിട്ടുകളയുന്നു. ഞാൻ പുതിയ അവസരങ്ങളെയും സമൃദ്ധിയെയും സ്വാഗതം ചെയ്യുന്നു. എന്നിട്ട് മനസ്സിൽ നിങ്ങൾ വിചാരിക്കുക, എൻ്റെ എല്ലാ നെഗറ്റീവ് തോട്ടും പോയി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഞാൻ 100% പോസിറ്റീവാണ്.
അതിനുശേഷം നിങ്ങൾ ഒരു നോട്ട്ബുക്ക് എടുക്കുക, എന്നിട്ട് ഒരു മെഴുകുതിരിയും കൂടെ ആവശ്യമുണ്ട്. ഇനി നിങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണോ പ്രാർത്ഥിക്കുന്ന ആ സ്ഥലം അവിടെ ഇരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ശാന്തമായിട്ടുള്ള ഒരു സ്ഥലത്ത് എവിടെയാണോ അവിടെ ഇരിക്കുക, സ്വസ്ഥമായിട്ട് ഇരിക്കുക. ഇരുന്നിട്ട് ആ ഇരിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് വളരെ പോസിറ്റീവ് ആയിരിക്കണം. ഇനി നിങ്ങൾ ഇരിക്കുന്നതിന് മുൻപിലായിട്ട് ഒരു മെഴുകുതിരി കത്തിച്ചു വെക്കുക. എന്നിട്ട് ഒരു നോട്ട്ബുക്കിൽ നിങ്ങളുടെ ഒരാഗ്രഹം, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാഗ്രഹം, അത് നടന്നു കഴിഞ്ഞു, അതായത് ഓൾറെഡി അത് നടന്നു കഴിഞ്ഞു എന്ന രീതിയിൽ വേണം എഴുതി വെക്കാനായിട്ട്. ഇത് വളരെ സന്തോഷത്തോടു കൂടി എഴുതുക. അത് 11 പ്രാവശ്യം എഴുതുക. ഇനി നിങ്ങൾക്ക് കടമുണ്ടെങ്കിൽ എനിക്ക് കടം വീട്ടാൻ കഴിഞ്ഞു എന്നൊന്നും എഴുതരുത്. കടം എന്ന വാക്ക് ഉപയോഗിക്കരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം കിട്ടി എന്ന് വേണം എഴുതാനായിട്ട്. ഇനി നിങ്ങൾ ആരോഗ്യത്തിന് വേണ്ടിയാണെങ്കിൽ അസുഖങ്ങൾ എന്നൊന്നും എഴുതരുത്. ഞാൻ പൂർണ്ണ ആരോഗ്യവാനാണ് അല്ലെങ്കിൽ പൂർണ്ണ ആരോഗ്യവതിയാണ് എന്നെഴുതുക. ഇനി ജോലിയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലി ഏതാണോ അത് എഴുതുക. അത് കിട്ടിക്കഴിഞ്ഞു എന്ന് വേണം എഴുതാനായിട്ട്. അതായത് ഞാൻ ആഗ്രഹിച്ച ജോലി എനിക്ക് കിട്ടി എന്ന് വേണം എഴുതാനായിട്ട്. ഇതുപോലെ നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം അത് നടന്നു കഴിഞ്ഞതായിട്ട് എഴുതുക. 11 പ്രാവശ്യം എഴുതുക. എഴുതി കഴിഞ്ഞാൽ താങ്ക് യു യൂണിവേഴ്സ് എന്ന് അതിൻ്റെ അവസാനമായിട്ട് എഴുതുക. ശേഷം നന്നായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം പ്രപഞ്ചത്തിലേക്ക് നോക്കിയിട്ട് ഈ ഒരു ആഗ്രഹം സാധിച്ചു തന്നതിന് നന്ദി പറയുക. ഇനി നിങ്ങൾ എഴുതിയ പേപ്പർ രാത്രി നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുൻപായിട്ട് നിങ്ങളുടെ പില്ലോയുടെ അടിയിൽ വയ്ക്കുക. ഈ ഒരു ആഗ്രഹം സാധിച്ചു കിട്ടിയ സന്തോഷത്തിൽ നിങ്ങൾ കിടന്നുറങ്ങുക. രാവിലെ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും ആ ഒരു പേപ്പർ എടുത്തിട്ട് അത് വായിക്കുക. വളരെ സന്തോഷത്തോടു കൂടി ഫീൽ ചെയ്തുകൊണ്ട് വേണം വായിക്കാനായിട്ട്. അതുപോലെ തന്നെ നിങ്ങൾ നന്നായിട്ടൊന്ന് വിഷ്വലൈസ് ചെയ്യുക. എന്നിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടായാലും കുഴപ്പമില്ല, നിങ്ങൾ ആ പേപ്പർ ഒന്നുമില്ലെങ്കിൽ കത്തിച്ച് കളയാം. കത്തിച്ചിട്ട് അതിൻ്റെ ചാരം കയ്യിലെടുത്തിട്ട് ഒന്ന് ഊതിയിട്ട് പ്രപഞ്ചത്തിലേക്ക് അത് വിട്ടുകൊടുക്കുക. എന്നിട്ട് അതിന് നന്ദി പറയുക. ആ ഒരു കാര്യം ലഭിച്ചു കഴിഞ്ഞ് സന്തോഷത്തിലിരിക്കുക. ഇനി നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റിയില്ല, കത്തിച്ച് കളയാനുള്ള അവസരം ഇല്ല എങ്കിൽ നിങ്ങളൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഈ പേപ്പർ അതിലേക്ക് മുക്കി വെക്കുക. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ ചെടിയുടെ ചോട്ടിലേക്ക് ഒഴിച്ച് ഇടുക. അല്ലെങ്കിൽ ഈ പേപ്പർ മണ്ണിൽ കുഴിച്ചിടുക. ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യം ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം. ബൈ.